ആപ്പിളിന്റെ പ്രോഡക്റ്റുകൾ എപ്പോഴെങ്കിലും വാല്യൂ ഫോർ മണി കൊടുക്കുന്ന കാശിന് മുതലാണെന്ന് ആരെങ്കിലും പറഞ്ഞു നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലേ? പക്ഷെ ഇപ്പൊ ഉണ്ട്, അങ്ങനെ ഒരു സംഗതിയുണ്ട്. 80,000 രൂപയുടെ ഐഫോൺ 14 ഇരിക്കുന്ന ആ കിഡിലൻ പ്രൊസസർ A15 അത് വെച്ചുകൊണ്ട് 15,000 രൂപയ്ക്ക് ആപ്പിൾ ഒരു പ്രൊഡക്റ്റ് ഇറക്കിയിട്ടുണ്ട്, ആപ്പിൾ TV 4K. പക്ഷെ ഞാൻ പറയാൻ പോകുന്നത് ഒരു കാരണവശാലും ഈ കാണുന്ന ടിവിയെ കുറിച്ചല്ല, അല്ലെങ്കിൽ ഇതിനകത്ത് കാണുന്ന സിനിമയെ കുറിച്ചോ അല്ലെങ്കിൽ ഗെയിമിനെ കുറിച്ചോ ഒന്നുമല്ല നമ്മൾ പറയാൻ പോകുന്നത്. പകരം എന്താ, ഈ കുഞ്ഞൻ സാധനത്തെ കുറിച്ചാണ്. അതായത് ആപ്പിളിന്റെ 4K TV അല്ലെങ്കിൽ ആപ്പിൾ TV 4K. ഒന്ന് കേട്ട് നോക്കുക, ഒന്ന് കണ്ടറിഞ്ഞു വെച്ചിരിക്കുക. ചുരുക്കി ഞാൻ പറഞ്ഞു തരാം എന്താണിത്, എന്തുകൊണ്ട് ഇത്രയും വാല്യൂ ഫോർ മണി, എല്ലാവർക്കും പറ്റിയതാണോ ഇതെന്നുള്ള കാര്യം. അങ്ങനെ നോക്കുമ്പോൾ എന്തൊക്കെ ചേഞ്ചസ് ആണ് പുതിയതിലേക്ക് നന്നായിട്ട് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 20,000 രൂപയായിരുന്നു കഴിഞ്ഞ തവണ ഇതിന്റെ പ്രൈസ്. ഇപ്പോൾ ഇത് 15,000 രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു. സോ വില കുറഞ്ഞിട്ടുണ്ട്. പെർഫോമൻസ് A12 പ്രൊസസർ ആയിരുന്നു, ഇപ്പൊ A15 കൊടുത്തിരിക്കുന്നു. ഒരു ഹ്യൂജ് അപ്ഗ്രേഡ് ആണ്. പിന്നെ 3GB റാം ഉണ്ടായിരുന്ന ഒരു ടിവിയാണ് ഇപ്പൊ വന്നിട്ട് 4GB റാം ആയിട്ടാണ് വരുന്നത്. ആപ്പിളിന്റെ 4GB റാം ആണ്, സഫീഷ്യന്റ് ആണ്. ഇതിന്റെ പവർ ഈ കാണുന്ന പോലെയാണ്. കിഡിലൻ പെർഫോമൻസ് ആണ്. ഗെയിമുകൾ കണ്ട അടിപൊളിയായിട്ട് ഗെയിം കളിക്കാം നമുക്ക്. പിന്നെ 32GB 64GB എന്നുള്ള ഓപ്ഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പൊ വന്നിട്ട് 64GB 128GB എന്നുള്ളത് കൊടുത്തിരിക്കുന്നു. സോ അതും അപ്ഗ്രേഡ് ചെയ്തു. സോ ടോട്ടലി ഈ ഒരു വർഷം ലോഞ്ച് ചെയ്തതിൽ ഏറ്റവും വാല്യൂ ഫോർ മണി ആയ ഒരു ആപ്പിൾ പ്രോഡക്റ്റ് നമുക്ക് തീർച്ചയായിട്ടും പറയാം. ആപ്പിൾ പ്രോഡക്റ്റിലും വാല്യൂ ഫോർ മണി അല്ലേ? തീർച്ചയായിട്ടും ഇത് അങ്ങനെയാണ് തോന്നുന്നത്. അതിന്റെ പെർഫോമൻസ് കാണും. HDR10+ന്റെ സപ്പോർട്ടും ഒക്കെ അടക്കം ഏത് ലെവലിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസ് ആസ്വദിക്കാൻ ഈ ഒരു ആപ്പിൾ TV 4K നമുക്ക് സാധിക്കും. എന്തായാലും ഈ പറഞ്ഞ പോലെ ഗെയിമിംഗ് പെർഫോമൻസ് മാത്രമല്ല, ഈ രീതിയിൽ ഇത് ഉപയോഗിക്കുമ്പോഴും വളരെ സ്മൂത്ത് ആണ്. കണ്ടോ, ഒന്നാമത് ആഡ് കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ഓപ്പൺ ചെയ്ത് ഗെയിമിന്റെ അല്ലെങ്കിൽ എൻ്റെ യൂട്യൂബിന്റെ ഒക്കെ സംഭവങ്ങളാണ് ഇവിടെ കാണുന്നത്. അല്ലാണ്ട് ഇതിനകത്ത് പരസ്യങ്ങളൊന്നും വരുന്നില്ല വേറെ. ബാക്കി ഇതാ യൂസ്ഫുൾ ആയിട്ടുള്ള വളരെ സ്മൂത്തായ എക്സ്പീരിയൻസ് ആണ്. കണ്ടോ, ഞാൻ എങ്ങനെ നീക്കിയാലും വളരെ സ്മൂത്താണ്, ഒരു വിഷയമില്ല. വളരെ സ്മൂത്തായിട്ട് ആപ്പ് കണ്ടോ, നമ്മൾ നേരത്തെ കളിച്ചിട്ട് നിർത്തി വെച്ച ഗെയിമാണ്. ഇപ്പോൾ എടുക്കുമ്പോൾ അതേ സെറ്റപ്പിൽ തന്നെ ഇരിക്കുകയാണ്. റീലോഡിങ് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. വളരെ പവർഫുൾ ആയ രീതിയിലും വളരെ സ്മൂത്ത് ആയിട്ടും ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. വിഷ്വൽ ക്വാളിറ്റിയിലാണെങ്കിൽ HDR10+ സപ്പോർട്ട് ചെയ്യുന്നു, ഡോൾബി വിഷൻ സപ്പോർട്ട് ചെയ്യുന്നു, ഡോൾബി അറ്റ്മോസ് സൗണ്ടും കാര്യങ്ങളും ഉണ്ട്. ടോട്ടലി വേണ്ടുന്ന എല്ലാ ഘടകങ്ങളും, ഒരു ന്യൂ ജനറേഷൻ ടിവിയിൽ വേണ്ടുന്ന എല്ലാ ഘടകങ്ങളും ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. ഇനി ഇതിൽ എന്തെങ്കിലും സെർച്ച് ചെയ്യുകയാണെങ്കിൽ തന്നെ വളരെ ഈസിയാണ്. കാരണം ഈ ഒരു റിമോട്ടിൽ നമുക്ക് സിരി സെറ്റപ്പ് ഉണ്ട്. നമുക്ക് ഓൾറെഡി ഇതിന്റെ കീസും കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ കാണാം. വളരെ ക്വാളിറ്റിയിലുള്ള ഒരു നല്ല സെറ്റപ്പാണ്. ഇതിൽ ടച്ചൊക്കെ കൺട്രോൾ ഉണ്ട്. നമുക്ക് സ്വൈപ്പ് ചെയ്താൽ മതി നമുക്ക് ഇത് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബട്ട് അതിന് പുറമെ സിരി ഉണ്ട്. സിരി ഉള്ളത് കൊണ്ട് തന്നെ എല്ലാം സെർച്ച് ചെയ്യാൻ വളരെ ഈസിയാണ്. ഇപ്പോൾ ഗെയിം നമ്മൾ TV ഓൺ ചെയ്ത് വെച്ചിട്ട് ഇത് മൂവ് ചെയ്ത് അവിടെ കൊണ്ടുപോയി അതിൽ ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ TV ഓൺ ചെയ്തിട്ട് ജസ്റ്റ് സിരിയിൽ ക്ലിക്ക് ചെയ്ത് പിടിച്ചിട്ട് ഓപ്പൺ അസ്ഫാൾട്ട് 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവിടെ ഓപ്പൺ ആയി. കണ്ടോ, ഓപ്പൺ ആയില്ലേ? യെസ്, ഓപ്പൺ ആയി. ഇത് കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ യൂട്യൂബ് വേണമെങ്കിൽ ഓപ്പൺ യൂട്യൂബ് പ്രതാപ് G Tech. ക്ലിയർ കണ്ടോ? ഇല്ല, നിങ്ങൾ എയർപോർട്ട് വെച്ചുകൊണ്ടാണ് TV കാണുന്നതെങ്കിൽ അതിലൂടെ ഹേയ് സിരി പറഞ്ഞിട്ട് പറഞ്ഞാലും ഈ പറഞ്ഞ എല്ലാ ആക്ഷൻസും ഭംഗിയായിട്ട് നടക്കും. USB-C പോർട്ടൊക്കെ കൊടുത്തിട്ടുള്ള സിരി റിമോട്ടാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. tvOS 16 ഇത് വർക്ക് ചെയ്യുന്നത്. ഇനി സെറ്റ് ടോപ്പ് ബോക്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് വളരെ ലൈറ്റ് വെയിറ്റും കംഫർട്ടബിളുമാണ്. ഫാൻലെസ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. പഴയത് ഫാനൊക്കെ ഉള്ളൊരു വെർഷൻ ആയിരുന്നു. ഇതിന് ഓവർ ഹീറ്റിംഗ് ഒന്നും വരുന്നില്ല. വളരെ ഒതുങ്ങിയ ടൈപ്പ് ഒരു സ്ട്രീമിംഗ് ബോക്സ് ആണ് നമ്മൾ ഈ കാണുന്നത്. ഇതിന്റെ ഈ ബോക്സിൽ ആപ്പിൾ TV, അതേപോലെ തന്നെ ഒരു റിമോട്ട്, ഈ സിരി റിമോട്ട്, അതേപോലെ തന്നെ ഒരു ചാർജിങ് കേബിൾ, ഇത്രയേ ഉള്ളൂ. പിന്നെ കുറച്ച് ഡോക്യുമെന്റേഷൻ, വേറെ കൂടുതൽ സംഗതികളൊന്നുമില്ല. HDMI കേബിൾ അടക്കം നിങ്ങൾ വേണമെങ്കിൽ വേറെ വാങ്ങിക്കണം. സോ ഫൈനലി ഈ ഒരു സംഗതി ആർക്കുള്ളതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആപ്പിൾ പ്രൊഡക്റ്റുകൾ ധാരാളമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിൽ സിങ്ക് ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ അടിപൊളി ലെവലാണ്. ഇനി അതല്ലെങ്കിൽ തന്നെയും ഈ TV വന്നിട്ട് ബെസ്റ്റ് ക്വാളിറ്റിയാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇതിനെ ഡിപ്പെൻഡ് ചെയ്യാം. പക്ഷേ എന്നിട്ടും എന്തിനാണ് ഇവരിത് പ്രൈസ് കുറച്ചിറക്കിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഇങ്ങനൊരു സെറ്റ് ഓഫ് ബോക്സിൻ്റെ ആവശ്യം സാധാരണ ഇപ്പോഴത്തെ ടിവികളിൽ വരുന്നില്ല. കാരണം എല്ലാ ടിവികളും തന്നെയും ഇതുപോലുള്ള സ്മാർട്ട് ഫംഗ്ഷനുമായിട്ട് തന്നെയാണ് വരുന്നത്. സ്മാർട്ട് ടിവികൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു എക്സ്ട്രാ സെറ്റ് ഓഫ് ബോക്സ് കൊണ്ടുപോയിട്ട് കണക്ട് ചെയ്യേണ്ട ഒരു ആവശ്യമേ വരുന്നില്ല. പിന്നെ എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല പവർഫുള്ളായ പെർഫോമൻസ് ഉള്ള ഒരു ഡിവൈസാണ് വേണ്ടതെങ്കിൽ തീർച്ചയായിട്ടും അത് ഇപ്പോഴത്തെ നോർമൽ സ്മാർട്ട് ടിവികളിൽ കിട്ടില്ല. അതും ഈ പ്രൈസിൽ ഒരു കാരണവശാലും കിട്ടില്ല. അതുകൊണ്ട് തന്നെ അത്തരം ഒരു ടി വിയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ബോക്സിലേക്ക് കണക്ട് ചെയ്താൽ വേറെ ലെവലിൽ എൻജോയ് ചെയ്യാം. അതാണ് ഇതിൻ്റെ പ്രത്യേകത. സോ നിങ്ങൾക്ക് ആ ഒരു എക്സ്ട്രാ പവർ ആവശ്യമില്ല, ഒരു നോർമൽ സ്മാർട്ട് ടി വി ആവശ്യമുള്ളൂവെങ്കിൽ സ്മാർട്ട് ടി വി തന്നെ വാങ്ങിച്ചാൽ മതി. പിന്നെ ഇങ്ങനൊരു സെപ്പറേറ്റ് ഐറ്റം വാങ്ങിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇതാണ് ഇപ്പോഴത്തെ ടി വികളെല്ലാം സ്മാർട്ട് ടി വികളായതുകൊണ്ട് കൂടി ആയിരിക്കണം ആപ്പിൾ ഇതിന് വില കുറച്ചത്. അല്ലെങ്കിൽ ആൾക്കാർ ഇതിൻ്റെ പുറകിൽ വരില്ല എന്നുള്ളതാണ് വസ്തുത. സോ ആപ്പിൾ ടി വി എന്താണ് എന്നുള്ളത് മനസ്സിലായല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ഇനി ഇതിൻ്റെ പ്രൈസ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 15,000 രൂപയ്ക്ക് ഇതിൻ്റെ ബേസ് വേരിയൻറ്റ് കിട്ടും. 16 സംതിങ് കൊടുത്താൽ ഇതിൻ്റെ ടോപ്പ് വേരിയൻറ്റ് 128 GB കിട്ടും. അതിലാണെങ്കിൽ എതർനെറ്റ് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ട്. സോ കൂടിയ വേരിയൻറ്റ് തന്നെ എടുക്കാൻ ശ്രമിക്കുക. അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. പിന്നെ ഇതൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യാം. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.